Hello guys, welcome to our channel. Home Life by Malu Sambus. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹോം ഇൻ ലൈഫ് ബൈ മാളു സംബൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം. ഒരു ക്ലീനിങ് ഡേ ആണ് ഇന്ന് ഞാൻ വീഡിയോയിൽ പകർത്തിയിരിക്കുന്നത്. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ എനിക്ക് വീട് ഭ്രാന്ത് പിടിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വീട് ഇങ്ങനെ അലങ്കോലമായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഒന്ന് വീട് വൃത്തിയാക്കിയാൽ കൊള്ളാം എന്നുള്ളൊരു മൈൻഡ് എൻ്റെ മനസ്സിൽ വരും. അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കൂല, ഞാൻ പെട്ടെന്ന് തന്നെ പോയി ചൂലും മോപ്പും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് പെട്ടെന്ന് അങ്ങ് അടിച്ച് വാരാനായിട്ടൊക്കെ തുടങ്ങും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മുകളിലത്തെ റൂമാണ് കേട്ടോ. മുകളിൽ കുറച്ച് ദിവസമായി ഒന്ന് തൂത്തൊക്കെ വാരിയിട്ട്, അപ്പം അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ പോയി. അങ്ങനെ അവിടുത്തെ ബെഡിലെ കിടക്കുന്ന ഷീറ്റൊക്കെ മാറ്റി, അങ്ങനെ ഷീറ്റൊക്കെ പ്രോപ്പറായിട്ട് വിരിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ അവിടെ ജനലൊക്കെ അതിന് മുമ്പ് ഞാൻ ജനലൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജനലൊക്കെ തുടച്ച് ഷീറ്റൊക്കെ മാറ്റി വിരിച്ചതിന് ശേഷം അവിടെ തൂക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലുതായിട്ടുള്ള പൊടി ഇല്ല. മുകളിൽ അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യാറില്ല. നമ്മൾ താഴെയാണ് എപ്പോഴും കിടക്കുന്നതൊക്കെ താഴെയാണ്. മുകളിൽ അമ്പാടിയുടെ റൂമാണ്, പക്ഷെ അവൻ യൂസ് ചെയ്യാറില്ല. അങ്ങനെ അവിടെ തൂത്തൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ സിറ്റ് ഔട്ടിൽ ഇറങ്ങി. അപ്പോൾ സിറ്റ് ഔട്ടിലുള്ള ചെറിയൊരു കാഴ്ചയാണ് ഇത്. നമ്മൾ സിറ്റ് ഔട്ടിൽ ഇവിടെ ഒരു ഇത് കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ, ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നല്ല രസമാണ്. വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ഇരിക്കാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ വൈകുന്നേരങ്ങളിൽ വന്നിരുന്ന് ചായയോ വെറും ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലമായിട്ടൊക്കെ കെട്ടിയിട്ടതാണ്. പക്ഷേ ഇപ്പോൾ അങ്ങോട്ടൊക്കെ ആരും കയറാറ് പോലും ഇല്ല ഗെയ്സ്. അതവിടെ അങ്ങനെ അങ്ങ് കിടക്കണം. അനാഥ പ്രേതങ്ങളെ പോലെ ആ സോപാനം അവിടെ കിടക്കണം. ആരെങ്കിലുമൊക്കെ ഗസ്റ്റായിട്ടൊക്കെ വരുന്നെങ്കിൽ പോലും സത്യം പറഞ്ഞാൽ അവിടെ പോയി ഇരിക്കുകയൊക്കെ ഇല്ല. പിന്നെ ജസ്റ്റ് ഒന്ന് പോവും, ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോകും എന്നുള്ളതല്ലാതെ പോവാറില്ല. അവിടെ കുറച്ച് പ്ലാനിങ് ഒക്കെ എനിക്കുണ്ട്. അവിടെ ഒരു ചെറിയൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യണം, അതിൻ്റെ അങ്ങനെയൊക്കെ ഒരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇനി ഭാവിയിൽ ഉണ്ടാവട്ടെ എന്ന് ഞാൻ എന്നോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് ഗീസ്. അതിനുശേഷം പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കി. അതിനുശേഷം ഞാൻ അവിടെ ഒരു ചെറിയൊരു ഹാള് പോലെ ഉണ്ട്. അങ്ങനെ അവിടെയും വൃത്തിയാക്കിയതിന് ശേഷം വെളിയിലോട്ട് ഇറങ്ങി. അവിടെയാണ് നമുക്കുള്ള ഈ എന്താണ് വാഷിംഗ് മെഷീനും അശയൊക്കെ അവിടെയാണ്. തുണി അഴിവൊക്കെ വിരിക്കുന്നത് അവിടെയാണ്. അവിടെ ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടിട്ടില്ല. അവിടെയാണ് നമ്മൾ എല്ലാം മുളകും മല്ലി അങ്ങനെയൊക്കെ ഉണക്കാനൊക്കെ ഇട്ടേക്കുന്നത് അവിടെയാണ്. അപ്പോൾ ഇവിടെ മൊത്തം കരിയില പറന്ന് ഇവിടെ വീഴാറുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് സ്ഥലമൊക്കെ വൃത്തിയാക്കണേന്. അവിടെ നല്ല പൊടിയാണ് കേട്ടോ. ഈ ഭാഗത്ത് നല്ല ഈ സിമൻറ്റിൻ്റെ അങ്ങനെയൊക്കെ പൊടിയുണ്ട്. അങ്ങനെ അതെല്ലാം വൃത്തിയാക്കി. അതിനുശേഷം വെച്ച് അവിടെ ഒന്ന് തുടച്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റൂം തുടയ്ക്കുകയാണ്. ഈ തുടയ്ക്കുന്ന കാഴ്ചയെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും, ഞാൻ ഇത്രയും ഹാർഡ് വർക്കൊക്കെ ചെയ്യാറുണ്ടോ എന്ന് ഞാൻ വിചാരിക്കാറുണ്ട് കേസ്. കാരണം ഇതൊക്കെ കാണുമ്പോൾ എനിക്കൊരു അഭിമാനം തോന്നും, ഞാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് എന്നെനിക്ക് തോന്നുമ്പോൾ ഒരു പ്രൗഡ്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ എനിക്ക് സ്വന്തമായിട്ട് വീട് വെക്കണം എന്ന് ഞാനും ചേട്ടനൊക്കെ ആഗ്രഹിച്ച സമയത്തെ എൻ്റെ ഒരു മനസ്സിലുള്ള ആ വീട് എപ്പോഴും നല്ല നീറ്റായിരിക്കണം, നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്നൊക്കെ ഉള്ളത് എൻ്റെ മനസ്സിലൊരു ഡ്രീമായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷേ അത് ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട് എപ്പോഴാണോ ഇതായിട്ടൊക്കെ കിടക്കുന്നത് ആ സമയത്തൊക്കെ ഞാൻ വൃത്തിയാക്കാറുണ്ട്. പക്ഷേ പ്രോപ്പർ ഒരു ക്ലീനിങ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കാനാണ്. എപ്പോഴും പൊടിയാണ്. നമ്മൾ എത്ര വൃത്തിയാക്കിയാലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൃത്തിയാവാത്തൊരു ഫീലിങ്സാണ് കേട്ടോ. പക്ഷേ ഞാൻ മുമ്പ് എൻ്റെ വീടെന്ന് പറയുന്നത് ഓടിട്ട വീട്. ഇപ്പോഴും ആ വീട് ഒരു നൊസ്റ്റാണ് ആ വീടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ. അപ്പോൾ എൻ്റെ വീട്, അപ്പോൾ ആ വീട്ടിലാണെങ്കിൽ നമ്മൾ എത്രയൊക്കെ നമ്മൾ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ വൃത്തിയാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച ആ വീട്ടിലൊരു ഐശ്വര്യം നിൽക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ തുടച്ച് എത്ര ക്ലീൻ ആക്കിയിട്ടാലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ വൃത്തിയാക്കിയ സ്ഥലമാണോ എന്ന് നമുക്ക് സംശയം തോന്നും. ആ വിധത്തിലാണിക്കും പൊടി. അങ്ങനെ മുകളിലത്തെ നിലയിലൊക്കെ എല്ലാം വൃത്തിയാക്കി, മുകളിലത്തെ അവിടുത്തെ ഹാളും ഒക്കെ വൃത്തിയാക്കി തുടച്ച് സ്റ്റെപ്പും ഒക്കെ ക്ലീൻ ചെയ്ത് ഞാൻ ഇങ്ങനെ താഴേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. ആൾക്കാർ ചോദിക്കുന്നത് എനിക്കവിടെ എന്താണ് പണിയെന്ന് ചോദിക്കും. പക്ഷേ ഇതൊക്കെയാണ് പണി. എനിക്ക് പണിയേ ഉള്ളൂ. എൻ്റെ ചേട്ടൻ വരെ ചോദിക്കാറുണ്ട്, നിനക്ക് എന്താണ് പണിയെന്ന്. എൻ്റെ പണി ഇതൊക്കെയാണ്. പിന്നെ ഇപ്പം അമ്മയും കൂടെ ഉള്ളതുകൊണ്ട് അമ്മ ഹെൽപ്പിങ്ങിന് കൂടാറുണ്ട്. അപ്പം ഞാൻ മുകളിലൊക്കെ തുടച്ചിട്ട് വന്ന സമയത്ത് അമ്മ മുറ്റം തൂക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊന്ന് വീഡിയോയിൽ എടുക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. അപ്പോൾ ഞാൻ അകം മൊത്തം ക്ലീൻ ചെയ്തപ്പോൾ അമ്മ പുറം വശം ഫുള്ള് തീയൊക്കെ ഇട്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഞാൻ എടുത്തപ്പോഴത്തേക്ക് ലൈറ്റ് ഇട്ടിട്ടില്ലായിരുന്നു. ലൈറ്റ് ഇടാനായിട്ട് മറന്നുപോയി കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ ഇത് എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് സംഭവം, ലൈറ്റ് ഇട്ടില്ലല്ലോ എന്ന് ഞാൻ ഓർമ്മിച്ചത്.
അങ്ങനെ അപ്പോൾ പാവം അച്ഛൻ അവിടെ ഇരിക്കുകയായിരുന്നു. എൻ്റെ തൂപ്പും തുടപ്പും എൻ്റെ ഭ്രാന്തെടുത്തുള്ള വൃത്തിയാകം കണ്ടപ്പോൾ അച്ഛന് ഇരിക്കാൻ പോലുള്ള സ്ഥലമില്ല ഗീസ്. അച്ഛൻ എവിടെ ഇരിക്കണമെന്ന് അറിയാൻ വയ്യ. ഞാൻ പറഞ്ഞു അച്ഛാ കസേരയിലോട്ട് ഇരുന്നോളൂ അച്ഛാ, പിന്നീട് ഇങ്ങോട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛന് കാല് വയ്യ കേട്ടോ, കാല് അങ്ങനെ നടക്കാൻ ഇത്തിരി നടക്കും എന്നാലും ഇത്തിരി പ്രയാസമാണ്, പക്ഷേ അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഞാൻ അവിടെ സെറ്റീരവിടെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അത് വൃത്തിയാവില്ല ഗൈസ്. കാരണം എൻ്റെ അമ്പാടി അവൻ വൃത്തിയാക്കാനേ സമ്മതിക്കില്ല. ഞാനവിടെ വൃത്തിയാക്കി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ അവൻ്റെ കുറേ കളിപ്പാട്ടങ്ങളും അതും ഇതും അത്രയും വാരി വലിച്ചിട്ടേക്കും. ഭ്രാന്തെടുക്കും മനുഷ്യനും. അങ്ങനെ അവിടെ ഞാൻ വൃത്തിയാക്കി. അതിനൊക്കെ ശേഷം ഇതാണ് ഞങ്ങളുടെ റൂം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ റൂമിലെ ജനലൊക്കെ ഒന്ന് വലയൊക്കെ തട്ടി പൊടിയൊക്കെ തട്ടി. അവിടെ മൊത്തം ഈ ഭയങ്കര പൊടിയാണ്. എത്ര നമ്മൾ വൃത്തിയാക്കിയാലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അവിടെ പൊടിയാവും. അങ്ങനെ പൊടിയൊക്കെ തട്ടി വൃത്തിയാക്കി അവിടെ തൂത്തെടുക്കുകയാണ്. ഞാനൊരു രണ്ടാഴ്ച മുമ്പ് വൃത്തിയാക്കിയായിരുന്നു. അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഇതില്ല, എന്നാലും ചെറിയ രീതിയിലുള്ള ഒരു ക്ലീനിങ് ആണ് കേട്ടോ. അങ്ങനെ ഞാൻ കട്ടിലൊക്കെ ഒന്ന് ഉടഞ്ഞ് പുതിയൊരു ഷീറ്റ് എടുത്ത് വിരിക്കുകയാണ്. ഞാനും അമ്പാടിയാണ് ഇവിടെ കിടക്കാറുള്ളത്. അമ്പാടിയുടെ റൂം മുകളിലാണ്, പക്ഷെ അവൻ ഇവിടെ കിടക്കില്ല. അവൻ എന്നെ ചൊതുങ്ങിയേ കിടക്കാറുള്ളൂ. എൻ്റെ ഒരു ചൂട് തട്ടിയേ അവൻ ഉറങ്ങാറുള്ളൂ ഗൈസ്. അത് ആമക്കളുള്ള അമ്മമാർക്ക് ചിലപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവുമായിരിക്കും. അവർക്ക് മാറിക്കിടക്കാൻ നമ്മൾ പറഞ്ഞാലും അവർ കിടക്കില്ല എൻ്റെ അടുത്ത്. ഇപ്പം പിന്നെ അവന് വയ്യ കേട്ടോ, കാല് വയ്യ. അങ്ങനെ ഇപ്പം എൻ്റെ അടുത്ത് തന്നെയാണ് കിടക്കണത്. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കുള്ള പുതപ്പൊക്കെ മൂടാനുള്ള ഷീറ്റൊക്കെ വെവ്വേറെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനിവിടെ തുടച്ചു കേട്ടോ, റൂം ഫുള്ള് തുടച്ചു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വൃത്തിയാക്കുന്ന ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുമ്പോൾ ഞാൻ ഫാന് എല്ലാം തുടയ്ക്കാറുണ്ട്. ഇതിപ്പം അങ്ങനെ വലുതായിട്ടുള്ളൊരു ക്ലീനിങ് അല്ല, ചെറിയ രീതിയിലൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചതാണ്. ജസ്റ്റ് ഒന്ന് പൊടിയൊക്കെ തട്ടി എല്ലായിടവും ഒന്ന് വൃത്തിയാക്കി തുടച്ചെടുക്കുക എന്നുള്ള രീതിയിലുള്ള വൃത്തിയാക്കമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഗേസ്, ഞാൻ വീടെടുത്ത് മറിച്ച് വയ്ക്കും. അങ്ങനത്തെ തുടപ്പണം. എൻ്റെ അമ്മയൊക്കെ പറയുന്നത് എനിക്ക് വട്ടാണോ എന്ന് ഞാൻ ചോദിക്കാറുണ്ട്. അത്രയ്ക്കുള്ള ഡീപ്പ് ക്ലീനിങ് ആണ് ഞാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ ചെറുതന്നെ. അച്ഛനെ ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അച്ഛൻ എവിടെ ഇരിക്കുന്നോ അവിടെ ഞാൻ ചെല്ലും. അച്ഛൻ തന്നെ വിചാരിക്കും ഇവിടെ ഒരു ക്ലീനിങ് കാരണം ഇവിടെ നിവർത്തിയില്ലല്ലോ എന്ന്. അങ്ങനെ അപ്പോൾ ഞാനവിടെ തുടച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ വെളിയൊക്കെ തൂത്തിട്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും അച്ഛനും അമ്പാടിയൊക്കെ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മളെ ഗസ്റ്റ് റൂമാണ്. എന്ന് വെച്ചാൽ അച്ഛനും അമ്മയൊക്കെ വരുമ്പോഴത്തേക്ക് അവരിവിടെയാണ് കിടക്കുന്നത്. ഇപ്പം എൻ്റെ അമ്മയും ഇവിടെയാണ് കേട്ടോ. അമ്മ വൈകുന്നേരമാണ് വരണത്. അപ്പം അമ്മ ഇവിടെയാണ് കിടക്കാറുള്ളത്. പിന്നെ ഗസ്റ്റ് ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയും അച്ഛനും അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമൊക്കെ വരുന്നെങ്കിൽ അവരിവിടെ കിടക്കും. അമ്മ അപ്പം മുകളിലാണ് പോയി കിടക്കുക. അങ്ങനെ ഇവിടെയും സത്യം പറഞ്ഞാൽ ലൈറ്റ് ഇടാൻ മറന്നുപോയി ഗസ്റ്റ്, നിങ്ങൾ ക്ഷമിക്കണം, അതെൻ്റെ ഒരു തെറ്റാണ് കേട്ടോ. ഇനിയുള്ള വീഡിയോസിലൊക്കെ അതൊക്കെ തിരുത്തുന്നതായിരിക്കും. അങ്ങനെ ഇവിടെയും കട്ടിലുള്ള ഇതൊക്കെ ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് തൂത്തുവാരി തുടയ്ക്കാമെന്ന് ചോദിച്ചു. എൻ്റെ അമ്പാടിയുടെ സൈക്കിളാണ് കേട്ടോ ഗേസ് അവിടെ ഇരിക്കുന്നത്. അവന് കാല് വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ സൈക്കിളൊന്നും ഓടിക്കാൻ പറ്റത്തില്ല. അവനൊരു പുതിയ സൈക്കിൾ വാങ്ങിച്ച് മുമ്പൊരു സൈക്കിൾ ഉണ്ടായിരുന്നു, അതവൻ എൻ്റെ കയ്യിലിരിപ്പുണ്ട്, അതവൻ നശിപ്പിച്ച്. അങ്ങനെ അവൻ്റെ അച്ഛനോട് അപേക്ഷിച്ച് കരഞ്ഞ് വിളിച്ച അവൻ്റെ അച്ഛൻ ഒരു സൈക്കിൾ വാങ്ങിച്ച് കൊടുത്തത്. സൈക്കിൾ വാങ്ങിച്ച് കൊടുത്തത് മാത്രമേ എൻ്റെ മോന് ഓർമ്മയുള്ളൂ. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഈ ആക്സിഡൻ്റൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ അവന് പിന്നെ സൈക്കിളൊന്നും എടുക്കാൻ പറ്റില്ല. ഭയങ്കര സങ്കടമാണ് സൈക്കിൾ എടുക്കാൻ പറ്റാത്തതിൽ. അങ്ങനെ റൂമൊക്കെ തൂക്കാണ്. ഈ റൂം ഇത്തിരി വലിയ റൂമാണ് കേട്ടോ. കുറച്ച് ഇത്തിരി വലിപ്പം ഉള്ള റൂമാണിത്. അപ്പോൾ ഇത് നല്ല നല്ലതുപോലെ ഇവിടെ തുടയ്ക്കാനോ തൂക്കാനൊക്കെ കുറച്ച് സ്ഥലം ഉണ്ട്. ഓരോ മുക്കും മൂലയും ഞാൻ തൂക്കും തുടയ്ക്കും ചെയ്യുകയാണ് ഗേസ്. അമ്പാടിയുടെ സൈക്കിൾ പൊടിയൊന്നും കയറാതെ ഒരു തുണിയൊക്കെ ഇട്ട് ഞാൻ മൂടി വെച്ചേക്കണം. അവന് എല്ലാം ഇതൊക്കെ മാറിയതിന് ശേഷം നമ്മൾ സൈക്കിൾ ചവിട്ടുന്നതായിരിക്കും. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇതിലൂടെ ഇടാം കേട്ടോ. അതുപോലെ തന്നെ അമ്പാടിക്ക് സ്കേറ്റിംഗ് ഒക്കെ ഓടിക്കാൻ വേണ്ടിയിട്ട് അറിയാം. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാനൊന്നും ഇപ്പോൾ പറ്റത്തില്ല. അപ്പം ഇവൻ്റെ കാലൊക്കെ സുഖമായതിന് ശേഷം വീഡിയോ എടുത്ത് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ എടുത്തിടാം എന്ന് ഞാൻ അമ്പാടിക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയൊക്കെ തുടയ്ക്കുകയാണ് ഗേസ്. അവിടെ ഈ കണ്ണാടിയാണ്. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരിതുണ്ടെങ്കിൽ ഒരു അഴുക്ക് പറ്റുന്നത് നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പോറലും പെട്ടെന്ന് വരും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വാഷ് ബേസിൻ്റെ അവിടെയൊക്കെ വാഷ് ബേസ് വൃത്തിയാക്കുകയാണ്.
വാഷ് ബേസിൻ്റെ അടുത്ത് മിററാണെങ്കിൽ എപ്പോഴും നമ്മളിൽ ഒരു വെള്ളത്തിൻ്റെ ഒരു പാട് കാണും. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ തൂത്ത് ഇറക്കാണ്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോകുന്നത് കിച്ചണിലോട്ടാണ് ഗെയ്സ്. ഡൈനിങ് ടേബിളിൻ്റെ ഏരിയ കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്ത് ഭാഗത്തിരിക്കുന്നത് കിച്ചണാണ്. അവിടുത്തെ ജനലൊക്കെ ഒന്ന് തുടച്ച് അവിടുത്തെ ജനലിലെ വലയൊക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി അതിനുശേഷം തൂത്ത് അടുക്കളയിലോട്ട് കൊണ്ടുപോവാണ്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീടിനകത്തോട്ട് നമ്മൾ കുളിച്ചിട്ട് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഫ്രഷായി കുളിച്ചിട്ടൊക്കെ നമ്മൾ വീടിനകത്തോട്ട് നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം തോന്നും, ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. അതെന്തൊക്കെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ആ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും ഗൈസ്. അതുവരെ നമ്മളിത് പാടുപെടണം, വീട് ക്ലീൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ പാടുപെടണം ഒത്തിരി. പക്ഷെ അത് കഴിയുമ്പോഴുള്ള ഒരു മനസ്സമാധാനം എന്ന് പറയുന്നത് അതൊരു വികാരമാണ് ഗൈസ്. എന്നെക്കൊണ്ട് ഒക്കുന്ന രീതിയിലൊക്കെ ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് ക്ലീൻ ചെയ്യുന്നോ അല്ലെങ്കിൽ ഭയങ്കര എന്താണ് മറ്റേ OCD അങ്ങനെ എന്തൊരു ഒരു ഇതുണ്ടല്ലോ, അതൊന്നും അല്ല. പക്ഷേ എനിക്ക് എൻ്റെ വീട് ചിലപ്പോഴൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വൃത്തിയാവാതെ ഇങ്ങനെ കിടക്കുമ്പോൾ അലങ്കോലമായിട്ടൊക്കെ കിടക്കുമ്പോൾ എനിക്കൊരു എന്തോ പോലെ എനിക്ക് വരും. എന്തോ ഒരു വാക്കുണ്ട്, അത് വരും. അപ്പോൾ എനിക്ക് വൃത്തിയാക്കിയാലേ പറ്റുള്ളൂ. ഞാൻ വാക്കൊന്നും നോക്കാറില്ല, ആരെയും നോക്കാറില്ല, തല കുത്തി ഞാൻ മറിക്കുമെന്ന് അന്നത്തെ ദിവസം. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഇത് ചെറിയ രീതിയിലുള്ളൊരു ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു. അപ്പോൾ അമ്മ അടുക്കളയിൽ അരി ആട്ടാനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അമ്മ ആ പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിതെല്ലാം ചെയ്ത് അടുക്കളയിൽ വീട് ഫുള്ള് തൂത്ത് വാരിയിട്ടുണ്ട് ഗേസ്. വീട് ഫുള്ള് തൂത്ത് വാരിയിട്ടുണ്ട്. അതിനുശേഷം അടുക്കളയിൽ നിന്ന് വെളിയിലേക്ക് പൊടിയെല്ലാം ഇറക്കി ചവറും എല്ലാമൊക്കെ വെളിയിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ ഒരു വിധത്തിലുള്ള തൂത്തുവാരലും തുടയ്ക്കലും കഴിഞ്ഞു. ഇനി അടുക്കളയും കൂടെയൊക്കെ ഡൈനിങ് ടേബിളിൻ്റെ ആ ഭാഗവും അടുക്കളയും കൂടെയൊക്കെ മാത്രമേ ഇനി തുടയ്ക്കാനായിട്ടുള്ളൂ. അങ്ങനെ ഞാൻ തൂത്ത് ഇറക്കിയ ചവറ് നമ്മൾ തീ ഇടണേൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയി തൂത്ത് കൂട്ടാമെന്ന് വിചാരിച്ചു. കാരണം അമ്മ ഇവിടെയൊക്കെ തൂത്ത് തീ ഇട്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഞാൻ അവിടെ നിന്ന് അകത്തുനിന്ന് വൃത്തിയാക്കിയപ്പോഴുള്ള ചവറ് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതൊന്ന് തൂത്ത് കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിറ്റ് ഔട്ട് ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചു. തൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പം സിറ്റ് ഔട്ട് തൂത്ത് പിന്നെ തുടയ്ക്കുകയാണ്. എൻ്റെ ഇവിടെയൊക്കെ കുറേ ചെടികളും ഗാർഡനിങ്ങൊക്കെ ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് ഗേസ്. പക്ഷേ ഭയങ്കര വെയിലാണ് ഇവിടെ, ഒന്നും നടാൻ പറ്റത്തില്ല. നട്ടത് അത്രയും കരിഞ്ഞ് പൊരിഞ്ഞ് പോവും. ഇനി എനിക്കതൊക്കെ സെറ്റാക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനുശേഷം അടുക്കളയൊക്കെ തുടച്ചു കേട്ടോ. അപ്പോൾ എൻ്റെ വീടിന്ന് ഒരുവിധം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, ക്ലീനിങ് വീഡിയോയാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ കുളിക്കാനൊക്കെ പോയി, കുളിച്ച് വന്നിട്ട് അപ്പോഴത്തേക്കും അമ്മ വിളക്കൊക്കെ കത്തിക്കുക, അമ്മ അതിനുള്ള പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാൻ കുളിക്കാനൊക്കെ ഒന്ന് കയറി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ഓക്കെ, സീ യു ഗൈസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. Thank you for watching.